ഞങ്ങൾ പോവായിരുന്നു. സൈസ് സാധനം ആയുണ്ട് അടിയും കേട്ടോ. സ്ട്രൈക്ക് സ്ട്രൈക്ക് ഒന്നില്ലേ വേറെ അടിക്കാം. നമ്മുടെ രണ്ടാമത്തെ ഒരാള് അടിച്ച വയസ്സാണ് മനീഷിന് മീൻ അടിച്ചോട്ട് കരക്കിറാ. നമ്മള് ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ടേ ഇവിടാണ് ഇന്ന് കാസ്റ്റിങ്ങിന് വന്നേക്കുന്നത് കേട്ടോ. ഇതുണ്ട്, ഈ തോട്ടിലാണ് ഇന്ന് കാസ്റ്റിങ്ങിന് വന്നേക്കുന്നത്. എന്നാലും ഇവിടെ കാസ്റ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുമോ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. നമ്മള് വരാല് ഫസ്റ്റ് വരാലാണ് കേട്ടോ. നാടൻ ഫസ്റ്റ് നാടൻ വരാലടിച്ചിരിക്കുന്നു ഗൈസ്. ഗൈസുണ്ട് നമ്മൾ ഫസ്റ്റ് അടിച്ചേക്കുന്ന നാടൻ വരാല കേട്ടോ. തനി നാടൻ വരാല്, അധികം ഡാമേജ് ആക്കണ്ട. നമ്മൾ അടിച്ചേക്കുന്ന പാണ്ടയ്ക്കകത്താ കേട്ടോ. ഉണ്ടോ പാണ്ട ഇരിക്കുന്നുണ്ട്, എന്താ മഞ്ഞ കളർ നാടൻ. അടിച്ച വയസ്സാണ് മനീഷിന് മീൻ അടിച്ചോട്ട് കരക്കിറാ. ഞോട്ടിയോ പോരെ, ഞോട്ടിയോ വയസ്സാണ്ട മനീഷിന് മീൻ അടിച്ച്. ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മീനാണ് കേട്ടോ. വയസ്സാണ്ടേ നല്ല ഹെവി നാടനൊരു വരാല്, ഒരു 1 kg മണ്ടലുള്ളൊരു വരാല് കേട്ടോ. അടിപൊളി നാടനെ കണ്ടോ, നല്ല ഉഗ്രൻ സാധനം കേട്ടോ. അധികമായിട്ട് അലട്ടണ്ടായിരുന്നു, നീ അതിനകത്ത് കയറ്റിക്കോ കൊല്ലിക്കത്തിട്ട് കാണിച്ചു പോയത്. അടിപൊളി കണ്ടേ, നല്ല കിടുക്കൻ സുന്ദര നാടൻ വരാല്, അടിപൊളി കേട്ടോ. കിടു 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 നാച്ചുറൽ അടിച്ചേക്കുന്ന കേട്ടോ. നാച്ചുറൽ ഹെവി വരാല്, പൊളി പൊളി പൊളി. മൂന്നാമത്തെ വരാല കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ഒരാള് കീർത്തി സാധനം കേട്ടോ. രണ്ടാമത്തെ വരല്ലേ ടോട്ടൽ 4ാമത്തെ മീൻ കേട്ടോ. ഹെവി നാടൻ വരാല്. നാടൻ വരാല് വീണ്ടും പാണ്ടയ്ക്കകത്ത് അടിപൊളി, നല്ല അടിപൊളിയുള്ള നാടനാട്ടോ. രക്ഷയില്ല, പാണ്ടിരിക്കുന്നുണ്ട്. പൊളി പൊളി പൊളി. വാലിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. കിടു ഇതിനൊക്കെ എടുത്തിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സ്പോട്ടുണ്ട്, ഈ സ്പോട്ടിലൊക്കെ നല്ല മീൻ ഹൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റിയ സ്പോട്ടുകളാണ്. അവിടേക്ക് ഉറപ്പായിട്ടും വരാല് കാണും. പറഞ്ഞില്ലേ ഉറപ്പായിട്ടും വരാല് കാണും. പോയി ഗായ്സ്, പോയി 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 പോയി.
പോയി 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 നമ്മുടെ മൂന്നാമത്തെ വരാല കേട്ടോ പോയെ. ആ പോയി പോയി മൂന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ ഉറപ്പിട്ട് മീൻ കാണുമെന്ന്. അത് ജസ്റ്റ് എന്തോ ഹുക്ക് എന്തോ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടത് പോയത്. മനുഷ്യന് വേറെ കിട്ടിയെന്ന് അറിയത്തില്ല കേട്ടോ, അവനെ മേളിൽ നിന്ന് അറിയുന്നുണ്ട്. വേറെ ഒരാലും കേട്ടോ. ഫോളോ 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 നല്ലൊരു ഫോളോ കിട്ടി. ഭാഗ്യം കൊണ്ടടിക്കുന്നു നോക്കണേ. വേറെ അടിക്കും ഒന്നില്ലേ വേറെ അടിക്കാം. ഹെവി ഹെവി പോയായിരുന്നു. അയ്യോ ഉടയ്ക്കടാ ഉടക്കി. ഹെവി സാധനം, ഹെവി വരാല്ലോ കേട്ടോ. അതിൻ്റെ നമ്മുടെ മൂന്നാമത്തെ, അതായത് നാലാമത്തെ വരാലാണ് ഹെവി വരാല്. വരാല കഴിച്ചണ്ടേ നമ്മുടെ മൂന്നാമത്തെ വരാല കേട്ടോ. നല്ല സൈസ് വരാല്, അടിപൊളി. ഹുക്ക് കയറി ഇറങ്ങിട്ടോ. നമ്മുടെ മൂന്നാമത്തെ വരാല് കയറി വീണ്ടും പാണ്ടയ്ക്കകത്ത് തന്നെ അടിച്ചിരുന്നേ. ആ കിടി ക്ലിയർ ഹുക്കപ്പ്. പൈസണ്ടേ നമ്മുടെ പാണ്ടയ്ക്കകത്ത് തന്നെ അടിച്ചേക്കുന്നത് കേട്ടോ. 3 മീനും, അതായത് മൂന്നാമത്തെ മീൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി. അവിടെ വെച്ച് ഹുക്കിനകത്തുനിന്ന് വിട്ടുപോയി. അത് ഇതിനേക്കാളും ചെറിയ വരാലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതേ സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു മീനോട് അടിച്ച് നല്ല ഹെവി വരാൽ. നമുക്ക് എന്തായാലും നോക്കാം, ഒന്നുകൂടെ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. കാരണം ആ സ്പോട്ടിലൊക്കെ ഈ ഇതുണ്ട്, 2 സൈഡിലും പുല്ലും ചപ്പൊക്കെ. അപ്പോൾ അതുകൊണ്ട് മീൻ കയറി ഹൈഡ് ചെയ്ത് നിൽക്കാൻ ചാൻസ് ഉള്ള സ്പോട്ടുകളാണ്. നമുക്ക് ആദ്യം എറിഞ്ഞെടുത്ത് തന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഹൈ ചാൻസിൽ സ്ലോ റിട്രീവ് ആയിരിക്കണം കേട്ടോ. കാരണം വരുന്നുണ്ട് ഒരെണ്ണം വന്നിരുന്നു കേട്ടോ. സ്ലോ റിട്രീവ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ വെള്ളം കുറവല്ലേ, അധികം ഫോളോ ചെയ്ത് വന്ന് ഇമ്മൻ അടിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് ഒരെണ്ണം വന്നായിരുന്നു. ആയുണ്ട് അടിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെച്ച് ഒരെണ്ണം വന്നായിരുന്നു. ഒന്നുകൂടെ ട്രൈ നോക്കാം ഗൈസ്. ഫ്രണ്ട്സ് ഇവിടെ തന്നെ കാണുക. നമ്മൾ വലിയ സ്പീഡിലല്ലായിരുന്നു വലിച്ച്. അവനവിടെ നിന്ന് മാറി കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. അവന് ഡേഞ്ചർ സോണാന്ന് അവന് മനസ്സിലായി. അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. നല്ല സ്ലോ റിട്രീവാണ് നമ്മൾ ചെയ്തത്. എന്നിട്ടും അവൻ എടുത്തില്ല. എനിക്കൊന്ന് ചെറിയ വരാൻ തോന്നുന്നു. കഴിച്ചാണ് നമ്മുടെ കൂട്ടാൻ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എടുക്കാം പോയില്ല കഴിച്ചാണ്ട് അവിടെ മീൻ അവന് മിസ്സായി. പിടിക്കണം കിട്ടിയോ? കളയല്ലേ കഴിച്ചാണ്ട കാണിച്ചേ. ഹച്ചി ചിമിട്ടം വരാല് കേട്ടോ, ഹെവി വരാല്. വിയറ്റ്നാം വരാലോ, ഹെവി വരാല് കേട്ടോ, സൈസ് വരാല്. പൊളി മൊത്തത്തിൽ കുരുങ്ങി ആ ഡാർക്ക് സീനായിട്ടോ. മേളിൽ കൊമ്പായിരിക്കായിരുന്നു. ഞങ്ങളാണ്ട് ബ്രാവോടെ ബ്ലൂ പില്ലർ വെച്ച് വലിച്ച് ഇതൊടിച്ച് മാവങ്കം പൊടിച്ച്. എന്താ വണ്ണം ഉണ്ടോ നോക്ക്. കുരുക്കെടുക്ക് രണ്ടില് ഫ്രോ ഇരിക്കുക കുരുങ്ങി. നമുക്ക് ലാസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ ചാർജ് ചെയ്തിരാറായി. ഫോൺ എടുത്ത് വെച്ചേക്കുന്നുണ്ട്. നാടൻ ബേബി ക്രോസ് വെച്ചേക്കുന്ന കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് കണ്ടോ. കിട് ആടാ
പൈസണ്ടേ നല്ല കിടക്കുന്നുണ്ട്. ബേബി ക്രോസിൽ അടിച്ചേക്കുന്നുണ്ടോ, പോയിരിക്കും നല്ല അടിപൊളി കിടക്കുക. നമുക്കൊരു ഹെവി ഞങ്ങൾ പോവായിരുന്നു. സൈസ് സാധനം ഞങ്ങൾ പോവായിരുന്നു. ഞങ്ങള് വീഡിയോ കറക്റ്റ് എടുത്തു. ഹെവി ഒരു ചേറാന് അടിച്ചേക്കുന്ന ഫ്രോ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ബേബി ക്രോസ് ഇരിക്കുന്നുണ്ടോ അകത്ത്, അടിപൊളി. സ്ക്രീനകത്ത് കിടുക്കാച്ചായിട്ടിരിപ്പുണ്ട് കേട്ടോ. നല്ല കിടുക്കാച്ച ഒരു 1-2 kg ഉള്ള ഹെവി ഒരു ചേറാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫോണിൽ ചാർജ് ചെയ്യുന്നത്, നമ്മുടെ കൂട്ടാൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. കിട് ഫ്രണ്ട്സ് ഉണ്ട്. ഇന്ന് നമുക്ക് കിട്ടിയ മീനാട്ടോ ഇത്രയും. നല്ല ഹെവി വേട്ടയായിരുന്നു, നല്ല അടിപൊളി ഫിഷിംഗ് ആയിരുന്നു കേട്ടോ. പൈസണ്ടേ നമുക്ക് കിട്ടിയ മീനാട്ടോ. ഇന്ന് ഹെവി വേട്ടയായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുകൂടെ തകർത്താടി ചെയ്യുന്നു കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ.